മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യങ്ങളെല്ലാം അറിഞ്ഞ വൈജയന്തി ഒരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇതേസമയം ബാലചന്ദ്രൻ ഒരുപാട് മദ്യപിച്ച് കാർ പലയിടത്തും ഇടിച്ച് ഒടുവിൽ കടപ്പാട്ടൂര് വീട്ടിലെത്തിയതിനു ശേഷം കുഴഞ്ഞു വീഴുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലെ പാർക്കിംഗ് പ്ലേസിൽ ബൈജു കാർ കൊണ്ടുവന്ന് നിർത്തി. അലീന ബാക്ക് സീറ്റിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ബൈജു പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ഇതുതന്നെയല്ലേ സ്ഥലം? അതെ എന്ന് അലീന തല കുലുക്കി. അവൾ ആദ്യം ഡോർ തുറന്ന് ഇറങ്ങി. ഞാൻ നോക്കിയിട്ട് വരാം, അവൾ ബൈജുവിനോട് പറഞ്ഞു. ഞാൻ വരണോ? വേണ്ട, ബൈജു പോയി വല്ലതും കഴിച്ചോ. അലീന ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയുടെ നേർക്ക് നടന്നു. അവൾക്കിവിടെ പരിചയമുണ്ട്. മുൻപ് ബാലചന്ദ്ര മേനോന് ഹൃദയാഘാതമുണ്ടായപ്പോൾ ഇവിടെയാണ് ചികിത്സിച്ചത്. മനുശങ്കർ മെയിൻ ഗേറ്റിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അലീനെ കണ്ട് അവൻ വേഗം അടുത്തേക്ക് വന്നു. രണ്ടുപേരും പരസ്പരം നോക്കി ഏതാനും നിമിഷം നിന്നു. ആദ്യം കാണുന്ന പോലെ ജിജ്ഞാസയോടെ. അച്ഛനെ കാണാൻ പറ്റുമോ മനുവേട്ട? അലീന ചോദിച്ചു. മനുശങ്കർ ഒന്നും മിണ്ടാതെ അവളുടെ കയ്യും പിടിച്ച് കാഷ്വാലിറ്റിക്ക് മുന്നിലൂടെ നടന്നു നീങ്ങി. അവന്റെ വിരലുകൾക്ക് ഇളം ചൂടുണ്ടായിരുന്നു. സ്റ്റെയർകേസ് കയറുമ്പോൾ അവൻ കൈവിട്ടു. അച്ഛൻ്റെ അടുത്ത് ഇപ്പോ ആരുണ്ട് മനുവേട്ട? അലീന ചോദിച്ചു. ബബിതയുണ്ട്, അവളാണ് ബൈസ്റ്റാൻഡർ. രോഹിത്തും കൃഷ്ണമോളും കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്നു. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിന്റെ കോറിഡോറിൽ കാത്തുകെട്ടി നിൽക്കുന്നേ? അതുകൊണ്ട് അവരെ ഞാൻ വീട്ടിൽ പറഞ്ഞയച്ചു. എനിക്ക് കാണാൻ പറ്റുമോ മനുവേട്ട? നമുക്ക് നോക്കാം. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരു മൈൽഡ് സ്ട്രോക്ക്. നേരെ എതിർവശത്തെ വീട്ടിൽ താമസിക്കുന്ന ഡോക്ടർ ശർമ്മയില്ലേ? ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോൾ അങ്കിളിന്റെ കാർ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഗേറ്റ് തുറന്നു കിടക്കുന്നു. വീട്ടിനകത്ത് വെളിച്ചമുണ്ട്. കുറെ നാളായി അടച്ചിട്ടിരുന്ന വീടല്ലേ? ഡോക്ടർ ശർമ്മ ശ്രദ്ധിക്കാതെ കയറി പോയേനെ. കാറിന്റെ കിടപ്പ് കണ്ട് പന്തികേട് തോന്നി. സിറ്റൗട്ടിൽ ഇടിച്ചു കിടക്കുന്നത് പോലെ. ശർമ്മ ചെന്ന് നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. കാർ ഇടിച്ചാണ് നിൽക്കുന്നത്. കാറിൽ ആരുമില്ല. സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെൽ അടിച്ചു. അകത്ത് ആളനക്കമില്ല. ഡോക്ടർ ശർമ്മ അയലത്തുകാരായ രണ്ടുപേരെ കൂടി വിളിച്ചു. അവർ വീടിനകത്ത് കയറി നോക്കിയപ്പോൾ അങ്കിൾ കോണിപ്പടിയിൽ വീണ് കിടക്കുകയാ. മൊബൈൽ താഴെ വീണ് പല കഷ്ണമായി ചിതറി. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു മനുവേട്ട. അപ്പോഴൊന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു, അലീന പറഞ്ഞു. എന്തായാലും അങ്കിളിന് ഭാഗ്യമുണ്ട്. സ്ട്രോക്ക് ഉണ്ടായി അധികം വൈകാതെ തന്നെ ഡോക്ടർ ശർമ്മ അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അങ്കിൾ ഇന്നലെ കുറെ കുടിച്ചിട്ടുണ്ടായിരുന്നത്രേ. രാത്രി സംസാരിച്ചപ്പോ എനിക്കും തോന്നി, അലീന പറഞ്ഞു. അവർ കാർഡിയോളജി ഐസിയുവിന് മുന്നിലെത്തി. മനുശങ്കർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്നലെ രാത്രി എന്തിനാണ് അങ്കിൾ കടപ്പാട്ടൂരെ വീട്ടിൽ പോയതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ രാവിലെ വീട്ടിൽ ചെന്ന് നോക്കി. കാർ എവിടേക്കോ ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിലെ ബമ്പർ ഇളക്കി പറഞ്ഞ് പാലത്തിനടുത്ത് കിടപ്പുണ്ടായിരുന്നു. അതൊന്നുമില്ലാതെയാ കാർ ഓടിച്ച് കടപ്പാട്ടൂര് വീട്ടിലെത്തിയത്. കൊല്ലപ്പള്ളിയിലെ കുടുംബയോഗത്തിന് ശേഷം അച്ഛൻ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു. ആരും അച്ഛനെ വിളിച്ചില്ലല്ലോ. അച്ഛന് ആരുമില്ലെന്ന തോന്നൽ ഉണ്ടായെന്ന് തോന്നുന്നു, അലീന പറഞ്ഞു. നീ എന്തെങ്കിലും കഴിച്ചോ അലീന? ചായ കുടിച്ചിട്ടാ പോന്നത്. എനിക്കറിയില്ലേ, പട്ടാളക്കാരന്റെ വീട്ടിലെ ചിട്ട. 7 മണിക്ക് മുൻപ് അവിടെ എവിടെയാ ബ്രേക്ക്ഫാസ്റ്റ്? എനിക്ക് വിശക്കുന്നില്ല മനുവേട്ട. മനുശങ്കർ ഡ്യൂട്ടി നഴ്സിനെ കണ്ട് ഇപ്പോൾ അലീനയ്ക്ക് ഐസിയുവിൽ കയറി പേഷ്യന്റിനെ കാണാൻ കഴിയുമോ എന്ന് തിരക്കി. ഇനി ഉച്ചയ്ക്ക്. ഇപ്പം ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന കുട്ടി ഊണ് കഴിക്കാൻ പുറത്തിറങ്ങുമ്പോൾ പകരം ഒരാൾക്ക് കയറാം. ഐസിയുവിൽ വിസിറ്റേഴ്സ് അലൗഡല്ലെന്ന് അറിയാമല്ലോ. നിർബന്ധമാണെങ്കിൽ ഡോക്ടറെ കണ്ട് ചോദിക്കണം. പക്ഷേ അത് നല്ല ശീലമല്ല, നഴ്സ് പറഞ്ഞു. ഉച്ചയ്ക്ക് കയറിയാൽ മതി മനുവേട്ട, അലീന പറഞ്ഞു. എങ്കിൽ വെറുതെ ഇവിടെ നിൽക്കണ്ട, വാ. മനുശങ്കർ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്തു. മനുവേട്ടൻ കഴിച്ചായിരുന്നോ? അലീന ചോദിച്ചു. രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു കഴിച്ചു. ഞാനിപ്പോൾ ഒരു ചായ കുടിക്കാം. വെള്ളയപ്പവും കടലക്കറിയുമായിരുന്നു അലീന ഓർഡർ ചെയ്തത്. മനുശങ്കർ അവളുടെ പ്ലേറ്റിൽ നിന്ന് ചിലപ്പോൾ ഓരോ കടല പെറുക്കി വായിലിട്ടു. താൻ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നതിൽ കുറച്ചിലോ മറ്റുള്ളവർ കാണുമെന്ന ചമ്മലോ അവനില്ല. അലീനയ്ക്കിപ്പോൾ അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യവും സ്നേഹവും തോന്നി. അച്ഛനും ഗംഗാധരൻ അങ്കിളും രാവിലെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, ജയന്തി ആന്റിയെ കൂട്ടിക്കൊണ്ടുവരാൻ, മനുശങ്കർ അവളോട് പറഞ്ഞു. എന്നോട് പറഞ്ഞിരുന്നല്ലോ, അലീന ഓർമ്മിപ്പിച്ചു. അവർ ചെല്ലുമ്പോഴേക്കും അവിടുന്ന് സ്ഥലം വിട്ട് കളയുമോ എന്നാണ് സംശയം.
അമ്മ അവരുടെ കൂടെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അലീനയും അവനോട് അനുകൂലിച്ചു. പക്ഷേ തിരിച്ചു വരാതെ പറ്റില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അതുതന്നെ ആലോചിക്കുകയായിരുന്നു മനുവേട്ട. അമ്മ എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തത്? ഇപ്പോ എനിക്കറിയാം. നമ്മൾ വിചാരിക്കുന്ന പ്രശ്നമല്ല അമ്മയുടെ മുമ്പിലുള്ളത്. ഒരു ദിവസം മുൻപ് വരെ എനിക്കത് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ചു അമ്മയുടെ മുൻപിലെ പ്രശ്നം ഞാനായിരിക്കുമെന്ന്. പക്ഷേ അതൊന്നുമല്ല. ആരുടെയെല്ലാം മുന്നിലാ അമ്മ തകർന്നു വീണത്? അമ്മയ്ക്കിനി സ്വന്തം മക്കളുടെ പോലും മുഖത്തു നോക്കാൻ കഴിയുമോ? അമ്മ ആരായിരുന്നുവെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞില്ലേ? ആന്റിയെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ? കളിയാക്കുമോ? കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല, മനുശങ്കർ പറഞ്ഞു. കുറ്റം ആന്റിയുടേതല്ലെന്ന് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ അച്ഛനും ഗംഗാധരനങ്ങളുമാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ വിഷമിക്കേണ്ടത്. അങ്ങനെയല്ല മനുവേട്ട. അമ്മയ്ക്കിനി കണ്ണാടിയിൽ പോലും സ്വന്തം മുഖം നോക്കാൻ പറ്റില്ല. അതും അമ്മയെ കളിയാക്കുന്നതായി അമ്മക്ക് തോന്നും. കാരണം എല്ലാവരുടെയും മുന്നിൽ അമ്മ സ്വയം അത്രമാത്രം വലുതാക്കി കാണിച്ചിരുന്നു. അച്ഛന്റെ മുന്നിൽ ഇനി അമ്മയ്ക്ക് തലയുയർത്താൻ പറ്റുമോ? മക്കളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അമ്മ ചൂളിപ്പോവില്ലേ? താൻ ആരായിരുന്നുവെന്നും എന്തൊക്കെയാണ് താൻ മറച്ചു വെച്ചതെന്നും ഇവർക്കെല്ലാം അറിയാമല്ലോ എന്ന ഓർമ്മ അമ്മയുടെ മനസ്സിൽ കിടന്ന് നീറിക്കൊണ്ടിരിക്കും. എല്ലാവരും യഥാർത്ഥത്തിൽ അമ്മയെപ്പറ്റി കരുതുന്നതിനേക്കാൾ 1000 ഇരട്ടിയായി അമ്മയത് കാണും. അമ്മയുടെ കണ്ണിൽ തന്നെ അമ്മയൊരു നികൃഷ്ട ജീവിയാണിപ്പോൾ. അമ്മ അതിനെ എങ്ങനെ മറികടക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഭയങ്കര കഷ്ടമാണ് മനുവേട്ട. നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ശരിയാണ്, നമ്മുടെ മുമ്പിലുള്ള ആന്റിയല്ല ആന്റിയുടെ മുമ്പിലുള്ള ആന്റി. മറ്റുള്ളവരുടെ കണ്ണിൽ കൂടി കാണുന്ന അങ്കിളും മക്കളും ബന്ധുക്കളുമല്ല. ആന്റിയുടെ കണ്ണിൽ തെളിയുന്ന ഭർത്താവും മക്കളും ബന്ധുക്കളും. അലീന തലകുലുക്കി. എന്താ ഇതിനൊരു പരിഹാരം മനുവേട്ട? മനുശങ്കറിന് അറിയില്ല. അലീന കഴിച്ചു തീർന്നിരുന്നു. മനുശങ്കർ ബിൽ പേ ചെയ്തു. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ പറഞ്ഞു, എനിക്ക് രോഹിത്തിനെയും കൃഷ്ണമോളെയും കാണണം. ഇനി ഉച്ചയാകുമ്പോഴല്ലേ അച്ഛനെ കാണാൻ പറ്റൂ. അപ്പോഴേക്കും തിരിച്ചു വരാം. ഞാൻ ബൈക്കിൽ വിടാം. വേണ്ട മനുവേട്ട, ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഞാൻ കാറിൽ പോയിക്കോളാം. എന്റെ കൂടെ ബൈക്കിലിരിക്കാൻ മടിയായിരിക്കും. അയ്യോ ഇല്ല, കഷ്ടമാ കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഒരത്യാവശ്യം വന്നാൽ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ. അങ്ങോട്ട് 5 മിനിറ്റ്, തിരിച്ചിങ്ങോട്ടും 5 മിനിറ്റ്. ഗേറ്റിലിറക്കിയിട്ട് ഞാനിങ്ങ് പോരും. എന്താ? അലീന അവനെ നോക്കി പുഞ്ചിരി തൂകി. അതിന്റെ അഴകിൽ മുഗ്ധനായി അവൻ ഒരു നിമിഷം സ്വയം മറന്നു നിന്നു. ഞാൻ ഇപ്പോ വരാം. അവൾ വേഗം കാറിനടുത്തേക്ക് ചെന്നു. ബൈജു കാറിനരികെ നിൽപ്പുണ്ടായിരുന്നു. ബൈജു ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അലീന പേഴ്സിൽ നിന്ന് പണം എടുത്തു കൊടുത്തു. ഇനി ബൈജു പോയിക്കോ. വെറുതെ എന്തിനാ നിൽക്കുന്നേ? ഒരു ഓട്ടോ പിടിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നാ മതി. അവിടുന്ന് പുനലൂർ ബസ് കിട്ടും. എന്റെ സഹായമൊന്നും ആവശ്യമില്ലേ ഇവിടെ? അവൻ ചോദിച്ചു. ഇവിടെ എന്തിനും ആളുണ്ട് ബൈജു. ഇപ്പോ തന്നെ ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് പോന്നോളാമെന്ന് പറഞ്ഞതാ. പപ്പ സമ്മതിക്കാഞ്ഞിട്ടാ ബൈജുവിനെ കൂട്ടിയത്. അവിടെ ചെന്ന് വല്ലതും പറയണോ? സുഖമായി എത്തിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി എന്നാ അങ്ങോട്ട്? കുറച്ചു ദിവസം കഴിയും. ബൈജു കാറിന്റെ സ്വിച്ച് കീ അലീനയെ ഏൽപ്പിച്ചു. അതിനുശേഷം യാത്ര പറഞ്ഞു പോയി. അലീന മനുശങ്കറിന്റെ അടുത്തേക്ക് ചെന്നു. അവന് ബൈക്കിൽ ചാരി നിൽക്കുകയായിരുന്നു. പോകാം, അവൾ പറഞ്ഞു. മനുശങ്കർ ബൈക്ക് സ്റ്റാർട്ടാക്കി. അലീന പിന്നിൽ കയറിയിരുന്നു. അവളെയും കൊണ്ട് നഗരത്തിരക്കിലൂടെ ബൈക്കോടിച്ചു പോകുമ്പോൾ അവന് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി. താൻ ഇനി മുതൽ തനിച്ചല്ല. തങ്ങൾ ഒന്നിച്ചുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് തടയാൻ ആർക്ക് കഴിയും? ബൈക്കോടിച്ചു പോകുമ്പോൾ അവന്റെ മനസ്സൊരു കുതിരയെപ്പോലെ കുതിച്ചു പാഞ്ഞു. മനുശങ്കർ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് കൃത്യമായിരുന്നു. ഗേറ്റിനോട് ചേർത്ത് അവൻ ബൈക്ക് നിർത്തി. അലീന ഇറങ്ങി. താങ്ക്സ് മനുവേട്ട, അവൾ മന്ദഹാസത്തോടെ പറഞ്ഞു. ഞാൻ എപ്പോഴാ വരേണ്ടത്? ഞാൻ രോഹിത്തിന്റെ വണ്ടിയിൽ. എപ്പോഴാ ഞാൻ വരേണ്ടത്? അവൻ ചോദ്യം ആവർത്തിച്ചു. ഞാൻ അവിടെ എത്തേണ്ട സമയത്തിന് 5 മിനിറ്റ് മുമ്പ്. അവൾ പുഞ്ചിരിച്ചു. ഓക്കെ, സീ യു. മനുശങ്കർ ബൈക്ക് അവിടെയിട്ട് വളച്ച് തിരികെ ഓടിച്ചുപോയി. അലീന 2 നിമിഷം അത് നോക്കി നിന്നിട്ട് ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് നടന്നു. വീടിന്റെ വാതിൽ അടഞ്ഞു കിടന്നു. അലീന ഡോർ ബെല്ലടിച്ചിട്ട് കാത്തുനിന്നു. രോഹിത്താണ് വാതിൽ തുറന്നത്. അലീനയെ കണ്ടതും അവന്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വിടർന്നു. ഇതെന്ത് അതിശയം! അലീന ചേച്ചി എങ്ങനെ വന്നു? അവൻ മുറ്റത്തേക്കും ഗേറ്റിലേക്കും നോക്കി. ഇന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന്? നേരെ ആശുപത്രിയിലോട്ടാ വന്നത്. അവിടുന്ന് മനുവേട്ടൻ ബൈക്കിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് മനുവേട്ടൻ എവിടെ? അപ്പോഴേ തിരിച്ചുപോയി. രോഹിത്ത് അതിശയം തീരാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. നീ എന്താ എന്നെ കണ്ടിട്ടില്ലാത്തതുപോലെ നോക്കുന്നേ? അലീന വിസ്മയം പൂണ്ടു.
ഇത് വേറൊരു കാഴ്ചയല്ലേ? ഇതുവരെ കണ്ടതുപോലെയല്ലല്ലോ. എന്താ വ്യത്യാസം? ഇനിയിപ്പോ ആരോടും ഒന്നും മറച്ചു പിടിക്കണ്ടല്ലോ. എന്റെ സ്വന്തം ചേച്ചിയാണെന്ന് എല്ലാവരോടും പറയാലോ. എന്തൊരു സ്വാതന്ത്ര്യമാ, എന്തൊരു അവകാശമാ. അവൻ അത്യധികമായ സന്തോഷത്തോടെ പറഞ്ഞു. നിനക്ക് ഇത്തിരി ക്ഷീണമുണ്ട്. അലീന അവന്റെ ശിരസിൽ തലോടി. അവൻ ആ കൈത്തലം പിടിച്ച് നെറ്റിയിലും കവിളത്തും ചേർത്തു. എനിക്ക് പനിയുണ്ടോ നോക്ക്. പനിയുണ്ടോ? ചുമ്മാ നോക്ക്. അവൾ അവന്റെ കഴുത്തിലും കൈവച്ച് നോക്കി. പനിയില്ലല്ലോടാ. വിളച്ചിലാ അല്ലേ? ചേച്ചി അച്ഛനെ കണ്ടോ? ഇല്ല. ഇനി ഉച്ചയ്ക്കേ പറ്റൂ. ഇവിടെ വേറൊരാളെ കാണാനുണ്ടല്ലോ. അവളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അലിനി ചേച്ചി വരുമെന്ന് പറഞ്ഞ് സ്കൂളിൽ പോലും പോകാതെ. പറയുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കി. റൂമിന്റെ വാതിൽക്കൽ നിന്ന് ഒരു തല അകത്തേക്ക് പിൻവലിയുന്നത് രോഹിത്തും അലീനയും കണ്ടു. കള്ളി, പാത്തു നിൽക്കുക, രോഹിത്ത് പതിയെ പറഞ്ഞു. അലീന ഹാൻഡ് ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തു. അവൾ കൃഷ്ണയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നോക്കി. തൊട്ടപ്പുറത്ത് ചുമരും ചാരി പിണങ്ങിയ മട്ടിൽ മുഖം താഴ്ത്തി കൃഷ്ണ നിൽക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ നനഞ്ഞു. മോളെ. അലിവൂർന്ന വിളിയോടെ അവൾ തൊടാനായി കൈനീട്ടി. കൃഷ്ണജ ഒഴിഞ്ഞു മാറും പോലെ ചുമരിലൂടെ നിരങ്ങി നീങ്ങി. പിണക്കമാനോടെ നിനക്ക്? അലീന അവളുടെ തോളത്ത് എത്തിപ്പിടിച്ചു. അവൾ പിടികൊടുക്കാതെ പിന്നെയും നീങ്ങി നിന്നു. നിന്നെ കാണാനല്ലേ മോളെ ഞാനിങ്ങ് വന്നത്. അപ്പോഴേക്കും കൃഷ്ണയുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ പൊഴിയാൻ തുടങ്ങി. അലീന തൊട്ട് മുന്നിൽ ചെന്നു. മേശയുടെ തടസ്സം കാരണം കൃഷ്ണയ്ക്ക് ഇനി നീങ്ങാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അലീന അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുഖമുയർത്തിയതും അവൾ വിതുമ്പി തുടങ്ങി. അലീന അവളെ മുറുകെ ആശ്ലേഷിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. രണ്ട് കണ്ണിലും മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് മന്ത്രിച്ചു. സോറി മോളെ. എന്റെ പൊന്നുമോള് ചേച്ചിയോട് ക്ഷമിക്ക്. സോറി, സോറി കേട്ടോ. കൃഷ്ണജ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അലീനയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാനല്ലാതെ മറ്റൊന്നിനും അവൾക്ക് കഴിഞ്ഞില്ല. വാതിലിനപ്പുറത്ത് നോക്കി നിന്ന രോഹിത്തിന്റെ ചുണ്ടിൽ പുഞ്ചിരിയും കണ്ണിൽ മിഴിനീരും ഒളിച്ചു കളിച്ചു. ശ്രീകുമാർ മൊബൈൽ ഫോണിലൂടെ ശാന്തിപുരത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് കാറിനടുത്ത് തന്നെ നിലകൊണ്ടു. അയാളുടെ മുൻപിൽ ധർമ്മഗിരി ആശ്രമത്തിന്റെ പുറം മതിൽക്കെട്ട് പായൽ പിടിച്ച് ഇളം പച്ചനിറത്തിൽ കാണപ്പെട്ടു. മതിൽക്കെട്ടിന്റെ ഉൾഭാഗം കാവ് പോലെ മരങ്ങൾ ഇടതിങ്ങിയതായിരുന്നു. വെള്ള നിറമടിച്ച ഗേറ്റ് എല്ലായ്പ്പോഴും തുറന്നു തന്നെ കിടന്നു. ഗംഗാധരനും ശിവശങ്കരനും വന്നുകൊണ്ടിരുന്ന കാർ ശാന്തിപുരത്തെത്താൻ പിന്നെയും 1/4 മണിക്കൂർ കൂടി എടുത്തു. നേരത്തെ മഴ ചാറിക്കൊണ്ടിരുന്നതിനാൽ ശ്രീകുമാർ കുട ചൂടിയാണ് നിന്നത്. വൈജയന്തിയുടെ കാർ തിരിച്ചറിഞ്ഞ് അതിന് പിന്നിലായി ശിവശങ്കരൻ കാർ നിർത്തി. ശ്രീകുമാർ കുട ചൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. കാറിലേക്ക് കയറിയിരിക്കാൻ ഗംഗാധരൻ ആംഗ്യം കാട്ടി. ശ്രീകുമാർ ഡോർ തുറന്ന് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. എന്താ ശ്രീകുമാർ സംഭവം? നിന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ ജയന്തിയെ നോക്കിക്കൊള്ളണമെന്ന്? ഗംഗാധരൻ ശാസനാസ്വരത്തിൽ ചോദിച്ചു. എനിക്ക് ബലമായിട്ട് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ ഗംഗേട്ടാ? ഇന്നലെ തുടങ്ങിയ ടെൻഷനാണ്. രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ജയന്തി ചേച്ചിക്ക് ആശ്രമത്തിൽ പോകണമെന്ന് ഒരേ ശാഠ്യം. ഇവിടെ മുൻപൊരിക്കൽ വന്നിട്ടുണ്ടത്രേ. കാറിന്റെ ചാവിക്ക് വേണ്ടി വഴക്കുണ്ടാക്കി. വഴക്കു മുറുകിയപ്പോ ഞാൻ പറഞ്ഞു ശരി, ഞാൻ കൊണ്ടുപോകാമെന്ന്. ഇവിടെ വന്നപ്പോ കാറിൽ നിന്നും ഇറങ്ങി നേരെ ആശ്രമത്തിലേക്ക് പോയി. അങ്ങോട്ട് അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 1.5 മണിക്കൂർ ഞാനിവിടെ കാത്തു നിന്നു. പിന്നെ നടന്ന് ആശ്രമത്തിലെത്തി. ഇവിടുന്ന് നോക്കുന്നത് പോലെയല്ല, കുറെ ദൂരം നടക്കണം. അവിടെ ചെന്നപ്പോൾ ചേച്ചി പറയുന്നു ഗാർഗി മഠത്തിൽ ഭജനിരിക്കാൻ പോവുകയാണെന്ന്. 41 ദിവസം. ഭ്രാന്താണെന്ന് ചോദിക്കേണ്ടി വന്നു എനിക്ക്. അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ശിവശങ്കരൻ ആശങ്കയോട് ചോദിച്ചു. ചേച്ചി എന്റെ കൂടെ തിരിച്ചു പോരുന്നില്ല. എനിക്കെന്റെ സമനില തെറ്റി. ഇന്നലെ മുതൽ അനുഭവിക്കുക പീഡ. ഇത് ഭയങ്കര ചതിയായിപ്പോയി. ചേച്ചിയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോകുന്നില്ല എന്നെല്ലാം ഞാൻ അങ്ങോട്ട് തട്ടിക്കേറി. ആര് കേൾക്കാൻ? മന്ദബുദ്ധികൾ നോക്കുന്നത് പോലെ എന്റെ മുഖത്തേക്ക് നോക്കി. ഓർമ്മയും ബോധവും ഇല്ലാത്തതുപോലെ നിന്നു. ഞാൻ കൈക്ക് പിടിച്ചപ്പോ എന്റെ കൈ കുതിറിച്ച് തിരിഞ്ഞൊരു നടത്തം. ഞാൻ എന്ത് ചെയ്യാനാ? തിരിച്ചിവിടെ വന്ന് കാത്തു നിൽക്കുകയാ. ശ്രീകുമാറിന് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഗംഗാധരൻ അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി. ശരി, നീ വിഷമിക്കണ്ട. ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ തിരിച്ചു പോയിക്കോ. അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. എനിക്കറിയണ്ടേ. നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? വരാം. അതിനകം വേറൊരു ലോകമാ. കുറെ സന്യാസിമാരും ഭക്തരും. സന്യാസിമാരും കുറെ കെട്ടിടങ്ങളും ക്ഷേത്രവും ശരണാലയവും. നമ്മുടെ തല ചുറ്റിപ്പോവും. മൊത്തത്തിൽ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താ ശ്രീകുമാർ? നിനക്ക് എന്താ തോന്നിയേ? ബുദ്ധിഭ്രമം ബാധിച്ച പോലെ തോന്നിയോ? ഗംഗാധരൻ തുറന്നു ചോദിച്ചു. ഞാൻ അതിനു മുൻപ് കണ്ടിട്ടുള്ള ജയന്തിയേച്ചിയല്ല ഗംഗേട്ടാ. ഒട്ടും കോൺഫിഡൻസ് ഇല്ല.
ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. ഒരു അപകടം പിടിച്ച സ്ഥലത്ത് വഴി അറിയാതെ അലഞ്ഞു നടക്കുന്ന പോലൊരു വേവലാതിയ ശ്രീകുമാർ വെളിപ്പെടുത്തി. അയാൾ അവരോടൊപ്പം വീണ്ടും ആശ്രമത്തിലേക്ക് പോകാൻ തയ്യാറായി. തുറന്നുകിടന്ന ഗേറ്റിന് മുകളിൽ കമനാകൃതിയിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മഗിരി സച്ചിദാനന്ദാശ്രമം, ശാന്തിപുരം. അതിനു കീഴിലൂടെ 3 പേരും നടന്നു നീങ്ങി. റോഡ് പാദം പൊതിയുന്ന പൂഴിമണലാണ്. വിശാലമായ ഒരു തെങ്ങിൻ തോപ്പ്. തെങ്ങുകൾക്കിടയിലൂടെ കുറെ അകലെ തിരമറിയുന്ന നീലക്കടൽ കാണാം. കുറെ ദൂരം ചെന്നപ്പോൾ ഒരു മതിൽക്കെട്ടുകൂടി കണ്ടു. ആശ്രമ കെട്ടിടങ്ങളും കാണായി. അവിടെ ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന ഒറ്റനില കെട്ടിടങ്ങൾ. ഓടിട്ടതും കോൺക്രീറ്റ് ചെയ്തതുമുണ്ട്. സ്കൂൾ ഷെഡ് പോലെ നീണ്ടതും വീടുപോലെ ചതുരത്തിലുള്ളതും കണ്ടു. ഒട്ടുമാവുകളും ബദാം മരങ്ങളും കെട്ടിടങ്ങൾക്കിടയിലുള്ള വളപ്പിൽ പടർന്നു പന്തലിച്ച് നിൽപ്പുണ്ട്. അവയുടെ ചുവട്ടിൽ ഭംഗിയായി തറകെട്ടിയിരിക്കുന്നു. പൊതുവെ ശാന്തവും സ്വച്ഛവുമായ അന്തരീക്ഷം. ഒരിടത്തും ഒരു തിരക്കുമില്ല. എന്നാൽ ആളുകളെ കാണാം. സന്യാസിമാർ കാവിയുടുത്തിട്ടുണ്ട്. അവർ ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിദേശികളായ അന്തേവാസികളെയും ഇടയ്ക്കിടെ കാണാമായിരുന്നു. ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഊട്ടുപുരിയും അഗതി മന്ദിരവും പ്രാർത്ഥനാ ഹാളും ഭജനമഠവും സ്ത്രീകളായിട്ടുള്ള അന്തേവാസികൾക്കും സന്യാസിമാർക്കുമുള്ള താമസ സ്ഥലവും ഓഡിറ്റോറിയവും ഗുരുമന്ദിരവും പ്രഭാഷണ വേദികളും എല്ലാം ചേർന്ന് മറ്റൊരു ലോകം. ഗാർഗി മഠം ശ്രീകുമാർ കാട്ടിക്കൊടുത്തു. സ്ത്രീകളുടേത് വേറിട്ടൊരു സ്ഥലമാണ്. വൈജയന്തി അവിടെയാണുള്ളതെന്ന് ശ്രീകുമാർ പറഞ്ഞു. 3 പേരും അങ്ങോട്ട് പോയി. വെള്ള പെയിന്റടിച്ച ഒരു കെട്ടിടം അവിടെ ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കാവി നിറമുള്ള സാരി ധരിച്ച ഒരു സ്ത്രീയെ സമീപിച്ച് ഗംഗാധരൻ തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. ബാഡ്ജ് കുത്തി വോളണ്ടിയർമാരെ പോലെ പ്രവർത്തിക്കുന്ന വേറൊരു സ്ത്രീയെ വിളിച്ച് അവൾ ഭജനമഠത്തിലേക്ക് അയച്ചു. ഗംഗാധരനും മറ്റും വെളിയിൽ കാത്തുനിന്നു. അവിടെ ഇരിപ്പിട സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമിമാർ പോലും സിമന്റിട്ട വരാന്തയിലാണ് ഇരുന്നത്. ഭജനമഠത്തിലേക്ക് പോയ സ്ത്രീ കുറെ കഴിഞ്ഞ് മടങ്ങി വന്നു. അവർക്ക് നിങ്ങളെ ആരെയും കാണാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ അവളുടെ മൂത്ത സഹോദരന്മാരാണ്. ഇന്നലെ മുതൽ അവൾ വീട് വിട്ടു പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവളെ തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. അവർ വരുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? കാവിസാരി ധരിച്ച സ്ത്രീ ശാന്തമായി ചോദിച്ചു. വരണമല്ലോ. പുറത്തുനിന്ന് ഒരു കള്ളനോ കൊലപാതകയോ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കയറി വന്നാൽ നിങ്ങൾ ഇവിടെ അഭയം കൊടുക്കുമോ? അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു വയ്ക്കുമോ? ഗംഗാധരന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറത്ത് സന്ദർശകർക്കുള്ള ഒരു വിശ്രമശാലയുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിരിക്കണം. ഞാൻ സ്വാമിയോട് സംസാരിക്കാം. സ്വാമി നിങ്ങളെ വന്ന് കാണും. ഒരു സന്യാസിനി അവരെ വിശ്രമശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചുമരോട് ചേർത്ത് 3 വശത്തും സിമന്റ് ബെഞ്ചുകൾ ഉണ്ടായിരുന്നു. അല്പസമയമേ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. തൂവെള്ള സാരി അണിഞ്ഞ മധ്യവയസ്കയായ ഒരു സ്ത്രീ അവിടേക്ക് ഏകയായി കടന്നു വരുന്നത് കാണാമായിരുന്നു. അവർ വിശ്രമശാലയിലേക്ക് കയറിയപ്പോൾ 3 പേരും എഴുന്നേറ്റ് നിന്നു. അവരുടെ പ്രസന്ന ഗാംഭീര്യത്തിനു മുൻപിൽ അഹന്തയോടെ ഇരിക്കാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. നൈർമല്യവും കുലീനതയും തോന്നിപ്പിക്കുന്ന വിശാല നെറ്റിത്തടവും ഊർജ്ജസ്വലമായ വലിയ കണ്ണുകളും ശാന്തസുന്ദരമായ ഭാവവും എല്ലാം ഒരു യോഗിനിയുടെ പരിവേഷത്തിനപ്പുറമായിരുന്നു. ഇരിക്കൂ ഇരിക്കൂ. അവർ കഴുത്തിലൂടെ സാരി ചുറ്റിപ്പൊതിച്ചു. ശിവശങ്കരൻ അവരെ സൂക്ഷിച്ചു നോക്കി. അവരുടെ മുടി നെറ്റിത്തടത്തിന്റെ ഇടതുഭാഗത്തുകൂടി ഒരു വെള്ളയരുവി ചരിഞ്ഞൊഴുകിയതുപോലെ നരച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു കളഭക്കുറി, ഒരു ചെറിയ രുദ്രാക്ഷമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. എന്റെ പേര് അഭയാംബിക. ഗാർഗി മഠത്തിന്റെ ചുമതലക്കാരിയാണ്. സന്യാസിനിയാണ്. എന്ത് കാര്യവും ചോദിക്കാം. അവർ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് സംസാരിച്ചു. ഞങ്ങളുടെ സഹോദരി ഇവിടേക്ക് വന്നിട്ടുണ്ട്. വീട്ടിൽ ആരെയും അറിയിക്കാതെ പോന്നതാണ്. ഗംഗാധരൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവളെ തിരിച്ചുകൊണ്ടു പോകണം. അതിനുവേണ്ടി പാല എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരിയെ ഞാൻ കണ്ടു. എന്റെ അടുത്തേക്കാണ് വന്നത്. ഞാൻ ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ അറിയിക്കാതെ ഓടിപ്പോന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ കയ്യിലും കാലിലും കഴുത്തിലുമെല്ലാം പൊട്ടിയ ചങ്ങലകളാണ് ഞാൻ കണ്ടത്. അങ്ങനെ തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോകണമോ? പദങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും ഭാവാന്തരങ്ങളും സ്വാമിനി അഭയാംബികയുടെ അക്ഷരസ്ഫുടതയുള്ള പ്രൗഢഗംഭീരമായ സ്വരത്തിൽ വളരെ വ്യക്തമായിരുന്നു. അവൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഒരു പ്രൊഫഷണൽ കോളേജിലെ അധ്യാപികയെ ജോലി നോക്കുകയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നത് ശരിയാണോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കുള്ള സ്ഥലമാണോ ഇത്? ഗംഗാധരൻ രോഷാകുലനായി. സ്വാമിനി പുഞ്ചിരി തൂകി. നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ കാണുന്നില്ല. അവളുടെ കടമകൾ മാത്രമേ കാണുന്നുള്ളൂ. അവൾ ആരെന്നോ എവിടുന്ന് വന്നെന്നോ എനിക്കറിയില്ല. എന്റെ അരികിൽ വരുമ്പോൾ അവൾക്ക് സംസാരിക്കാൻ വയ്യായിരുന്നു.
ഒരു ബാലികയെപ്പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ കാൽക്കൽ വീണു. ഞാൻ അവളെ താങ്ങിയെടുത്തു. എൻ്റെ തോളത്ത് കിടന്ന് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ വരുമ്പോഴും. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകണോ? ആരും മിണ്ടിയില്ല. എന്തെല്ലാം കടമകളുണ്ടായാലും എന്തൊക്കെ സംഭവിച്ചിരുന്നാൽ തന്നെയും അതിനേക്കാൾ വലുത് അവളുടെ ഹൃദയസൗഖ്യമല്ലേ? അവൾ ആത്മഹത്യ ചെയ്തു പോയാൽ അവളുടെ കടമകളെപ്പറ്റി നിങ്ങൾ ആരോട് പറയും? അത്രയ്ക്ക് പ്രബുദ്ധമാണ് അവളുടെ മനസ്സ്. അതടങ്ങണം. ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കറിയാം അവർ ആരാണെന്നും അവരുടെ ഉള്ളിൽ എന്താണെന്നും. സഹോദരിയോട് സ്നേഹമുള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ തിരിച്ചു പോവുക. ശിവശങ്കരൻ ജ്യേഷ്ഠനെ നോക്കി. ഗംഗാധരനും ആശയക്കുഴപ്പത്തിലായിരുന്നു. നിങ്ങൾക്ക് ഇടയ്ക്കിടെ വന്ന് അന്വേഷിക്കാം. ഇവിടെ അവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഗാർഗിമഠം ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ അഭയസ്ഥാനമാണ്. മനസ്സ് തകർന്നുപോയ എത്രയോ പേർ ഇവിടെ വന്ന് ആന്തരിക സൗഖ്യം വീണ്ടെടുത്തു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ സാധ്യമല്ലേ? ഗംഗാധരൻ ചോദിച്ചു. നിങ്ങൾക്ക് അവളെ കാണണമോ എന്നതല്ല മുഖ്യം. അവൾക്ക് നിങ്ങളെ കാണണമോ? അവൾക്ക് കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അടുത്ത് നിന്നല്ലേ അവൾ ഓടിപ്പോന്നത്? ഒരുപക്ഷെ നിങ്ങളും അതിന് കാരണക്കാരാകാം. ഗംഗാധരന്റെ മുഖം വിവരണമായി. തങ്ങളുടെ മനോവ്യാപാരങ്ങൾ ശുഭ്രവസ്ത്രധാരിയായ ഈ യോഗിനി അവരുടെ ധ്യാനതീക്ഷ്ണമായ മിഴികൾ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. അവൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൾ നന്നാവണമെന്നും നല്ല ഭാവി ഉണ്ടാകണമെന്നും മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൾക്ക് ചിലപ്പോൾ അത് എന്നോട് നിങ്ങൾ ഒന്നും പറയണ്ട. ഞാൻ നിങ്ങളുടെ സഹോദരിയോടും ഒന്നും ചോദിക്കുന്നില്ല. അവൾ തനിയെ മനസ്സ് തുറക്കും. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായിരിക്കും സത്യം. ഗംഗാധരൻ ആലോചനയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. ശരി, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. അയാൾ പിന്നെയും എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ സ്വാമിനി അഭയാംബിക ഒരു മന്ദഹാസം കൊണ്ട് അത് തടഞ്ഞു. വെറും വാക്കുകൊണ്ട് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നമുക്ക് മുന്നോട്ട് പോകാം, അവർ സാന്ത്വന രൂപേണ പറഞ്ഞു. നിങ്ങൾ സമാധാനമായി പോയിക്കൊള്ളൂ. വളരെ നന്ദി, ഗംഗാധരൻ പറഞ്ഞു. വിശ്രമശാലയിൽ നിന്ന് അയാളാണ് മുൻപേ ഇറങ്ങിയത്. പിറകെ ശിവശങ്കരനും ശ്രീകുമാറും. അവർ പോകുന്നതും നോക്കിക്കൊണ്ട് സ്വാമിനി അഭയാംബിക അല്പനേരം നിന്നു. പിന്നെ ഗാർഗി മഠത്തിലേക്ക് നടന്നുപോയി. ധർമ്മഗിരി ആശ്രമത്തിന് പുറത്തു വന്ന ശേഷം ഗംഗാധരൻ അനുജനോട് ശ്രീകുമാറിനോടുമായി പറഞ്ഞു. ഒരു കണക്കിൽ നന്നായി. അവൾക്കിവിടെ എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ശ്രീകുമാർ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ജയന്തിയുടെ കാർ നീ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടേക്ക്. തിരിച്ചു വരുമ്പോ അവൾക്കത് കൊണ്ടുവരാമല്ലോ. ശ്രീകുമാർ തലയാട്ടി സമ്മതിച്ചു. ഈ ആശ്രമത്തെപ്പറ്റി നീ ആരോടെങ്കിലും അന്വേഷിക്കണം. പലയിടത്തും കള്ളത്തരങ്ങളുണ്ട്. പക്ഷേ നമ്മളോട് സംസാരിച്ച യോഗിനിക്ക് വലിയ അറിവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടെന്ന് തോന്നി. പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കും. ചിലർക്ക് അങ്ങനെ ഒരു സിദ്ധിയുണ്ട്. അപ്പോഴും ശ്രീകുമാർ തലയാട്ടുക മാത്രം ചെയ്തു. മടങ്ങിപ്പോവുകയല്ലാതെ മൂവർക്കും അവിടെ ഇനി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.